ദ ബോർഡർ ഓഫ് എ മൈൻഡ്.comലെ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ കമന്ററി സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. അജ്മലിന്റെ ഈ ബ്ലോഗ് ശരിക്കും നമ്മളിലെ ഒരു ഒളിഞ്ഞിരിക്കുന്ന ജിജ്ഞാസൊക്കെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ഇടമാണ് അല്ലേ? അതെ, തീർച്ചയായും. വർഷങ്ങളായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ പ്രോജക്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ചിന്തകൾ, പ്രതിഫലനങ്ങൾ ചിലപ്പോൾ എഴുത്തായിട്ട്, ചിലപ്പോൾ കലയായിട്ട്, അങ്ങനെ പല രൂപത്തിൽ പങ്കുവെക്കുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഹിഡൻ ഡെപ്ത്സ്, അതായത് മറഞ്ഞിരിക്കുന്ന ആഴങ്ങൾ എന്നൊരു പോസ്റ്റാണ്. ഓഹോ. മനുഷ്യ മനസ്സിന്റെ സാധ്യതകളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. എനിക്ക് വായിച്ചപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. നമ്മുടെ മനസ്സിന്റെ വലിയൊരു ഭാഗം നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെയുള്ള ആ ഒരു ആശയം ശരിയാണ്. അപ്പോ നമുക്കിതിലേക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഈ ഹിഡൻ ഡെപ്ത്സിലെ പ്രധാന ആശയം അജ്മൽ പറയുന്നത് നമ്മുടെ മനസ്സുകൾ ഭൂരിഭാഗവും കണ്ടെത്താത്ത ഒരു വലിയ ഭൂപ്രദേശം പോലെയാണെന്നാണ്. ഒരു രൂപകം കൊള്ളാം. ചാർട്ട് ചെയ്യപ്പെടാത്ത ലാൻഡ്സ്കേപ്പ്. അതെ, നമ്മൾ കരുതുന്നതിലും അപ്പുറത്താണ് അതിന്റെ ഒരു വ്യാപ്തി എന്ന് തോന്നും. ശരിയാണ്. ഇവിടെ അദ്ദേഹം പറയുന്നൊരു പ്രധാന കാര്യം നമ്മൾ ലോകത്തെ എങ്ങനെ കാണണമെന്നുള്ളതാണ്. വെറും ഒരു പകുതി മനസ്സോടെയല്ല, ഒരു തുറന്ന അവബോധത്തോടെ നോക്കാൻ. ആ ഒരു വ്യത്യാസം, അതാണ് ശ്രദ്ധേയം. അതെ, നമ്മൾ സാധാരണ ചുമ്മാ കണ്ടുപോകുക എന്നല്ലാതെ ശരിക്കും ശ്രദ്ധിക്കാറില്ലല്ലേ? ഇല്ല. ആഴത്തിൽ കാണാനും കേൾക്കാനും അനുഭവിക്കാനും ശ്രമിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി മനസ്സിലാവുക എന്ന് അദ്ദേഹം പറയുന്നു. ആ തുറന്ന അവബോധം മനസ്സിലാക്കാൻ അദ്ദേഹം പറയുന്ന ഉദാഹരണങ്ങൾ വളരെ സിമ്പിളാണ്. ഓഹോ. ഒരു വാഴപ്പഴത്തിന്റെ തൊലി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ ഒരു ഡിസൈൻ എത്ര അത്ഭുതകരമാണത്. ശരിയാണ്. പഴത്തെ സംരക്ഷിക്കുന്നു, വിത്തിന് വളരാൻ. അതെ, അതുപോലെ വെറും വെള്ളത്തിൽ നിന്നും മണ്ണിൽ നിന്നും ഒരു പൂവിന് എങ്ങനെ എത്ര നിറവും മണമൊക്കെ കിട്ടുന്നു. നമ്മൾ അധികം ആലോചിക്കാത്ത കാര്യങ്ങൾ. അതെ, പ്രകാശ സംശ്ലേഷണം വഴി ഒരു ചെറിയ വിത്ത് വലിയ മരമാകുന്നത് അദ്ദേഹം അതിനെ നിശബ്ദ അത്ഭുതം എന്നാണ് വിളിക്കുന്നത്. ശരിയാണ്. അതുപോലെ പക്ഷികളുടെയും കൊതുകുകളുടെയും ഒക്കെ പറക്കൽ ഇത്ര സങ്കീർണമാണത്. അപ്പോ ചുരുക്കത്തിൽ സാധാരണ കാര്യങ്ങളിലെ അസാധാരണത്വം കാണാൻ കുറച്ചുകൂടി ശ്രദ്ധയോടെ നോക്കാൻ പറയാണ്. അതെ, ഇത് നമ്മളെ ഒരു പ്രധാന ചോദ്യത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ ചുറ്റുമുള്ളതിനെ ശ്രദ്ധിക്കാൻ നിങ്ങൾ എത്ര സമയം മാറ്റിവെക്കാറുണ്ട്? അതൊരു നല്ല ചോദ്യമാണ്. പ്രകൃതിയിലെ ഈ കാര്യങ്ങൾ മാത്രമല്ല, അജ്മൽ കുറച്ചുകൂടി ആഴത്തിലുള്ള ചിന്തകളിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഉത്ഭവം, തലമുറകൾ, നമ്മൾ ദിവസവും കാണുന്ന മറ്റുള്ളവർ, അവരുടെയൊക്കെ ഉള്ളിലെ ലോകങ്ങൾ, പിന്നെ നമ്മുടെയൊക്കെ ജീവിതം, അതിൻ്റെ ഒരു നശ്വരത, മരണം, ഇതൊക്കെയാണ് കാര്യങ്ങളെ കുറച്ചുകൂടി ഗൗരവമുള്ളതാക്കുന്നത്. ശരിയാണ്. അത്തരം ചിന്തകളിൽ നിന്ന് ആളുകൾ എന്തുകൊണ്ടാണ് ഒഴിഞ്ഞു മാറുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലും നമ്മുടെ ഈഗോയിലുമൊക്കെ അതിലങ്ങനെ മുഴുകിപ്പോകുന്നത് കൊണ്ടാവാം, അല്ലേ? ശരിയാണ്. താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടി. അതെ, അതിനു പിന്നാലെ ഓടുമ്പോൾ ഈ വലിയ ചോദ്യങ്ങളെ നമ്മൾ കാണുന്നില്ല. എന്തിനാണ് ഈ ക്ഷണികമായ കാര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചു തൂങ്ങിക്കിടക്കുന്നത്? അതൊരു പ്രധാന ചോദ്യം തന്നെ. പക്ഷെ അജ്മലിന്റെ നിഗമനം ഒരു പോസിറ്റീവ് നോട്ടിലാണ്. അതെ, ഇങ്ങനെ ആഴത്തിൽ ചിന്തിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഒരു കാഴ്ചപ്പാടിനെ വികസിപ്പിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്. അത് നമ്മളെ ഒരു വിസ്മയത്തിലേക്കും അറിവിലേക്കും, അതെ, എല്ലാം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു തോന്നലിലേക്കും എത്തിക്കും. അപ്പോ ചുരുക്കത്തിൽ ഈ മറഞ്ഞിരിക്കുന്ന ആഴങ്ങൾ കണ്ടെത്താൻ നമ്മൾ ചെയ്യേണ്ടത് പുറത്തും അകത്തും ഒരുപോലെ ശ്രദ്ധിക്കുക എന്നതാണ്. അതെ, ഈ സാധ്യതകൾ അത് നിങ്ങൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചിന്തിക്കണം. തീർച്ചയായും. അജ്മലിന്റെ ഇതുപോലുള്ള നല്ല ചിന്തകൾ, അദ്ദേഹത്തിന്റെ എഴുത്തുകൾ, കല, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പോഡ്കാസ്റ്റുകളൊക്കെ ദ ബോർഡർ ഓഫ് എ മൈൻഡ്.com എന്ന വെബ്സൈറ്റ് നോക്കാവുന്നതാണ്. അതെ. അപ്പോ ഈ ലേഖനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കൂ. നിങ്ങളുടെ മനസ്സ് ഈ പറയുന്ന പോലെ പര്യവേഷണം ചെയ്യപ്പെടാത്ത ഒരു വലിയ സ്ഥലമാണെങ്കിൽ അതിലെ ഒരു പുതിയ ഭാഗം കണ്ടെത്താൻ നിങ്ങൾക്കിന്ന് ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്തു വെക്കാൻ പറ്റും? കൊള്ളാം, നല്ലൊരു ചിന്തയാണ്. എന്തായാലും ഈ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള ഈ കമന്ററി സീരീസിലെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.